മസ്ജിദുകൾക്ക് മുമ്പിൽ ശീതളപാനീയ കൗണ്ടറുകൾ, ചിലയിടത്ത് ഫ്രിഡ്ജുകളിൽ സൂക്ഷിച്ചു വച്ച ലഘുഭക്ഷണങ്ങൾ. പണം ഒന്നുകിൽ സ്കാൻ ചെയ്ത് പള്ളിയുടെ അക്കൗണ്ടിലേക്ക് അയക്കാം, അല്ലെങ്കിൽ അവിടെ വച്ച പെട്ടിയിൽ നിക്ഷേപിക്കാം. ആരുമില്ല ചോദിച്ചു വാങ്ങാനായി. നിങ്ങൾ സത്യസന്ധനല്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുഴപ്പം. മലേഷ്യയിൽ സർവ്വസാധാരണമായ രീതിയാണിത്. അവിടുത്തെ പള്ളികളിൽ വേറെയുമുണ്ട് വിശേഷങ്ങൾ. അറിയാം മലേഷ്യയുടെ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ച്. സങ്കര സംസ്കാരങ്ങളെ ആഘോഷിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത രാജ്യമാണ് മലേഷ്യയെങ്കിലും അവരുടെ അടിസ്ഥാന വിശ്വാസ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട അതിമനോഹരമായ കാഴ്ചകളും അവിടെയുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച ഇസ്ലാമിക സർവകലാശാലകളിലൊന്നായ IIUM കോലാലംപൂരിലാണുള്ളത്. ഇസ്തംബൂളിലെ ലോകപ്രശസ്തമായ ബ്ലൂ മോസ്കിന്റെ മാതൃകയിൽ പണികഴിപ്പിക്കപ്പെട്ട മലേഷ്യയുടെയും തുർക്കിയുടെയും ആർക്കിടെക്ചറൽ മാതൃകകൾ സംയോജിപ്പിച്ച വിലായത്ത് പെർസേക്കുത്താൻ മസ്ജിദും ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളിലൊന്നാണ്. 5-6 പള്ളികളാണ് ആ രാജ്യത്ത് എടുത്തു പറയാവുന്നവയായി ഇപ്പോഴുള്ളത്. ബാഹ്യമായ ഇത്തരം കാഴ്ചകൾ ടൂറിസ്റ്റുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നവയായി അങ്ങിങ്ങായി ഉണ്ടെങ്കിൽ പോലും മലേഷ്യൻ ജീവിതത്തിൽ നമ്മെ അതിശയിപ്പിക്കുന്ന അനേകം കാഴ്ചകൾ വേറെയുമുണ്ട്. ഒറ്റനോട്ടത്തിൽ വളരെ ലളിതമായി തോന്നുമെങ്കിലും ഈ ഒരു ഉദാഹരണം ആദ്യം പറയണമെന്നാണ് ജേർണലിസ്റ്റിന് തോന്നുന്നത്. ജീവിതത്തിൽ അങ്ങേയറ്റം സത്യസന്ധതയും അച്ചടക്കവും പുലർത്തുന്നവരാണ് ഇവിടത്തുകാർ. കാമറൂൺ കുന്നിലേക്കുള്ള യാത്രയിൽ വഴിയിലൊരിടത്ത് റോഡ് തടസ്സപ്പെട്ടപ്പോൾ കാത്തിരുന്ന് മുഷിഞ്ഞ് ഞങ്ങൾ കാർ തിരിച്ച് കൊലാലംപൂരിലേക്ക് തിരികെ കുന്നിറങ്ങുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഏകദേശം 5 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഞങ്ങൾക്ക് പുറകിൽ ഒറ്റ വരിയായി കാറുകൾ കാത്തുകിടക്കുന്നുണ്ടായിരുന്നു. ഒരാൾ പോലും വരിതെറ്റിച്ച് മുകളിലേക്ക് കയറിപ്പോകാൻ ശ്രമിക്കാതെ കാത്തുനിന്ന ഈ രീതി ഒരു ജനതയുടെ അച്ചടക്കത്തിന്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്നായിരുന്നു. ഇസ്ലാം മതത്തെ വളരെ ലളിതമായി പ്രാവർത്തികമാക്കുന്ന മലേഷ്യയിലെ ജീവിത രീതികളിൽ വലിയ പാഠങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മലേഷ്യയിൽ ബിസിനസ്സുകാരനുമായ ആബിദ് അടിവാരം പറയുന്നത്. ഇവിടെ സാംസ്കാരികമായിട്ട് ആൾക്കാർ ഒരു വണ്ടി ഓടിക്കുന്നു, അവർ നടന്നു പോകുന്നു, അവർ ഇടപാട് നടത്തുന്നതൊക്കെ നമുക്ക് ഈ മതത്തിന്റെ ഒരു എലമെന്റ് കാണും. അവരുടെ ഇനിയിപ്പോൾ അവരുടെ കച്ചവടങ്ങളാവട്ടെ, അവരുടെ മറ്റുള്ള കാര്യങ്ങളാവട്ടെ, അവരുടെ ലൈഫാവട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിലൊന്നുള്ള അതുപോലൊരു ഒരു പൈസനോടൊപ്പം ഉള്ളൊരു ആക്രാന്തങ്ങൾ അതൊന്നും ലൈഫിലില്ല. ഒരു ലൈഫ് അവർക്ക് മിതമായ വരുമാനം മതി. ആ വരുമാനം ഉണ്ടാക്കുന്നു, ചിലവാക്കുന്നു. പിന്നെ നാളത്തെ കുറിച്ച് ഭയങ്കരമായ ആശങ്കകളും സംഗതികളും ഇല്ലാതെ ജീവിക്കുന്ന സമൂഹമാണ്. അതവരുടെ മൊത്തം കാര്യങ്ങളിലുണ്ട്. ലൈഫിൽ സ്പിരിച്വാലിറ്റി, ലൈഫിൽ അവർക്ക് സ്പിരിച്വലാണ്, ലൈഫ് സ്പിരിച്വലാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ലൈഫ് സ്വർഗം കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമല്ലാതെ വേറെ ഒന്നുമില്ല. ജീവിതം എന്തായാലും വേണ്ടിയില്ല, സ്വർഗം കിട്ടണം എന്നുള്ള സംഗതിയാണ്. ഇസ്ലാമിനെ ജീവിതത്തിലും കൂടി ഉപകാരപ്പെടുത്തുന്ന ആൾക്കാരാണ്. സോഷ്യൽ ലൈഫിലൊക്കെ ദീനുണ്ട്, ഇസ്ലാമുണ്ട്. സ്വർഗം നമുക്ക് കിട്ടുമ്പോൾ വാങ്ങാം, റൊക്കം കിട്ടിയ ലൈഫിൽ അവരെന്താക്കിയിട്ട് ദീനും കൊണ്ടുവരണം. പരമ്പരാഗത ഡ്രം ഉപയോഗിച്ച് നോമ്പത്തുറയുടെ സമയം അറിയിക്കുന്ന കൊലാലംപൂരിലെ അപൂർവം പള്ളികളിൽ ഒന്നാണിത്. ബേഡൂക്ക് എന്നാണ് ഈ പെരുമ്പറ മലേഷ്യയിൽ അറിയപ്പെടുന്നത്. സാംസ്കാരികമായ പാരമ്പര്യം എന്ന നിലയിൽ ബേഡൂക്ക് മുഴക്കുന്ന ഈ രീതി പ്രധാനമായും ഗ്രാമപ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത്. അവിടുത്തെ മസ്ജിദുകളിൽ ഫ്രിഡ്ജുകളിലോ റാക്കുകളിലോ ആയി വെള്ളവും ശീതളപാനീയങ്ങളും ലഘുഭക്ഷണങ്ങളും സൂക്ഷിച്ചു വെക്കുന്നത് മിക്കയിടത്തെയും കാഴ്ചയാണ്. അവിടെ സൂക്ഷിച്ച പെട്ടിയിൽ പണം നിക്ഷേപിച്ച് നിങ്ങൾക്കിത് ഉപയോഗിക്കാമെങ്കിലും അത്യാവശ്യക്കാർക്ക് സൗജന്യമായും എടുക്കാനാവും. സത്യസന്ധത തന്നെയാണ് ഇവിടെ അടിവരയിട്ട് പറയേണ്ട വിഷയം. മലാക്കയിൽ നിന്നും തലുക് ഇന്താനിലേക്കുള്ള വഴിയിൽ കണ്ട ഒരു ഗ്രാമീണ മസ്ജിദിൻ്റെതാണ് ഈ ദൃശ്യങ്ങൾ. ജ്യൂസുകളും വെള്ളവും മാത്രമല്ല, ഫ്രൂട്ട് സാലഡ് പോലെയുള്ള ഒരു ഐറ്റവും ഫ്രിഡ്ജിനകത്തുണ്ട്. പുറമൂടിയേക്കാളേറെ മനുഷ്യജീവിതവുമായാണ് ഇവിടുത്തെ പള്ളികൾക്ക് ബന്ധം. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. മേശകൾ നിരത്തിയിട്ട് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതാത് പ്രദേശത്തുള്ള കുടുംബങ്ങളിൽ നിന്നും മസ്ജിദുകളിലേക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന പതിവ് പൊതുവെ മലേഷ്യയിൽ എല്ലായിടത്തുമുണ്ട്. ഗൾഫ് നാടുകളിലെ ഉൾഗ്രാമങ്ങളിലും ഈ പതിവ് നിലനിൽക്കുന്നുണ്ടെങ്കിലും നഗരങ്ങളിൽ ഇത് ഇത്രത്തോളം വ്യാപകമായി കാണാറില്ല. കൊലാലംപൂരിന് സമീപത്തുള്ള മറ്റൊരു പള്ളിയിൽ നടക്കുന്ന ഉച്ചഭക്ഷണ വിതരണമാണ് ഈ കാണുന്നത്. ജുമ ദിവസങ്ങളിലെ ഈ സമ്പ്രദായം ഉച്ചനീചത്വമന്യേ എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഭക്ഷണത്തിനു വേണ്ടി കൈനീട്ടുന്ന അവസ്ഥ പക്ഷേ മലേഷ്യയിൽ ഇല്ലെന്ന് തന്നെ പറയണം. അതേസമയം ജുമ നമസ്കാരത്തിനെത്തുന്നവർക്ക് പള്ളിയിൽ ഭക്ഷണം നൽകുന്നതും അത് സ്വീകരിക്കുന്നതും ഒരു നല്ല കാര്യമായാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. UAEയും സിംഗപ്പൂരിനെയും അപേക്ഷിച്ചു നോക്കുമ്പോൾ താരതമ്യേന കുറഞ്ഞ ജീവിത ചെലവേ മലേഷ്യയിലുള്ളൂ. ഭക്ഷണങ്ങൾക്ക് പൊതുവെ കുറഞ്ഞ വിലയാണ് ഹോട്ടലുകളിൽ ഈടാക്കുന്നത്. യാചന നിയമമനുസരിച്ച് തന്നെ കർശനമായി വിലക്കപ്പെട്ടിട്ടുണ്ട്. യാചനയിൽ ഏർപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കാനും അവർക്ക് ജോലി കണ്ടെത്തി നൽകാനും വ്യവസ്ഥകളുള്ള രാജ്യം കൂടിയാണിത്. പൊതുവെ ഉയർന്ന ജീവിത നിലവാരമാണ് മലേഷ്യയിലേത്.
ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച പുരോഗതിയാണ് ഈ രാജ്യം നേടിയെടുത്തത്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മലേഷ്യ എന്ന IIUM. ഈജിപ്തിലെ അൽ അസറിനും മദീനയിലെയും മക്കയിലെയും യൂണിവേഴ്സിറ്റികൾക്കും പിന്നിൽ ലോകത്തെ ഏറ്റവും മികച്ച ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് IIUM. ലോകത്തെ 75-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സർവകലാശാലയിൽ മലയാളികളും ധാരാളമായി സമീപകാലത്തായി എത്തിച്ചേരുന്നുണ്ട്. ഇംഗ്ലീഷ് അധ്യയന ഭാഷയാക്കി ലോകത്തെ ഏറ്റവും മികച്ച കലാശാലകളിലൊന്ന് മലേഷ്യയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് 1970-കളുടെ തുടക്കത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC അംഗരാജ്യങ്ങൾക്കിടയിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മഹാതിർ മുഹമ്മദ് ആയിരുന്നു ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുത്തത്. മെഡിസിൻ, എഞ്ചിനീയറിംഗ് മുതലായ ശാസ്ത്ര സാങ്കേതിക കോഴ്സുകൾക്ക് പുറമെ ഇസ്ലാമിക വിഷയങ്ങൾ, ആർട്സ്, ഫൈനാൻസ്, നിയമം എന്നിങ്ങനെ 14 വ്യത്യസ്ത ഫാക്കൽറ്റികളാണ് ഇവിടെയുള്ളത്. ഫൗണ്ടേഷൻ സെന്ററിനെ കൂടി ഉൾപ്പെടുത്തിയാൽ അവയുടെ എണ്ണം 15 ആവും. രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്യാമ്പസുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോംബാക്കിലേത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയായ സിനാനെ ജേർണിസ്റ്റ് ഈ ക്യാമ്പസിലാണ് കണ്ടുമുട്ടിയത്. കേരളത്തിൽ താമരശ്ശേരി സ്വദേശിയാണ് സിനാൻ. പുസ്തകങ്ങളും പിരിയോഡിക്കലുകളുമായി 5.5 ലക്ഷത്തോളം ടൈറ്റിലുകളാണ് ഇവിടെയുള്ളത്. മികച്ച അക്കാദമിക നിലവാരമുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കാനുള്ള തീരുമാനവും യൂണിവേഴ്സിറ്റി കൈക്കൊണ്ടിട്ടുണ്ട്. ക്ഷേത്രങ്ങളും ബുദ്ധവിഹാരങ്ങളുമാണ് മലേഷ്യയിലെ പ്രധാന കാഴ്ചകളെങ്കിലും സമീപകാലത്തായി പണികഴിപ്പിക്കപ്പെട്ട ചില മസ്ജിദുകളും ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളായി മാറുന്നുണ്ട്. അക്കൂട്ടത്തിലൊന്നാണ് വിലായത്ത് പെർസെക്കുത്വാൻ മസ്ജിദ്. കുലാലംപൂരിനോട് ചേർന്ന പുത്രജയ, ലബുവാൻ പ്രവിശ്യകളുടെ കൂടി സംഗമസ്ഥാനമെന്ന നിലയിലാണ് 1998-2000 കാലയളവിൽ ഈ പള്ളി പണികഴിപ്പിക്കപ്പെട്ടത്. നഗരമധ്യത്തിലാണെങ്കിലും അതിമനോഹരമാണ് അതിന്റെ സ്ഥാനം. 22 ചെറിയ ഗുംബദുകളും 30 മീറ്റർ വീതിയുള്ള വലിയ ഗുംബദുമാണ് വിലായത്ത് മസ്ജിദിന്റെ മുഖ്യ സവിശേഷത. പുത്രജയയിലെ നാഷണൽ മസ്ജിദ് ഓഫ് മലേഷ്യ സുപ്രധാനമായ പള്ളിയാണെങ്കിലും വലിപ്പം കൊണ്ട് വിലായത്ത് മസ്ജിദാണ് മുന്നിൽ. മലേഷ്യൻ ആർട്ടിസ്റ്റുകളും അന്താരാഷ്ട്ര ശില്പികളുമൊക്കെ ചേർന്ന് തയ്യാറാക്കിയ കൊത്തുപണികളുള്ള ഈ പള്ളിക്കകത്തേക്ക് ടൂറിസ്റ്റുകൾക്ക് ഗൈഡഡ് ടൂർ സൗകര്യമുണ്ട്. ഇസ്നിക് എന്നറിയപ്പെടുന്ന പ്രത്യേക രീതിയിലുള്ള ടൈൽ വർക്കുകളും കാലിഗ്രഫിയും ഈ പള്ളിയുടെ ഉൾഭാഗത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നുണ്ട്. മസ്ജിദ് നഗാര, മസ്ജിദ് ജാമയ്ക്ക് തുടങ്ങിയ നഗരത്തിലെ മറ്റു പള്ളികളെ അപേക്ഷിച്ച് വിശാലമായ കാർ പാർക്കിങ്ങും സൗകര്യങ്ങളും പെർസെക്കുത്വാനിലുണ്ട്. ചുറ്റിലുമായി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിച്ച വിലായത്തി മസ്ജിദാണ് മലേഷ്യയുടെ ദേശീയ പള്ളിയായ നഗാരയെക്കാളും ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്നത്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.